കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. നമ്മൾ അധ്യാത്മരാമായണത്തിലത്തെ കിഷ്കിന്ധാകാണ്ഡത്തിലത്തെ 7-ാം സർഗത്തിൽ നമ്മൾ ഹനുമാൻ അംഗദനോട് പറയണതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന 15-ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അതിൽ എന്താ പറഞ്ഞ വെച്ചാൽ, എന്തിനാ അങ്ങനെ വിഷമിക്കണ അംഗത, നിൻ്റെ ഈ ദുശങ്ക നന്നല്ല. നീ പിന്നെ രാജാവിൻ്റെ അതിപ്രിയനായാണ്, അതായത് സുഗ്രീവന് നിന്നെ നല്ല ഇഷ്ടമാണ്. രാമനും ലക്ഷ്മണനുള്ളതിനേക്കാൾ അധികം നിനക്ക് പ്രീതി രാമനും നിന്നോട് ഉണ്ട്. അതുകൊണ്ട് രാമനിൽ നിന്നും വിശേഷിച്ച് നിൻ്റെ സുഗ്രീവൻ നിൻ്റെ രാജാവാണല്ലോ, ആ രാജാവിൽ നിന്നൊന്നും നിനക്കൊരു ഭയത്തിന് അവകാശമില്ല. സീതയെ ഇനി കണ്ടുപിടിക്കാൻ സാധിക്കില്ല എന്നും വിചാരിക്കേണ്ട. അതുകൊണ്ട് ഞാൻ നിൻ്റെ ഹിതം അറിയണ ആളാണ്. അതുകൊണ്ട് പറയുകയാണ്, നിൻ്റെ ഈ ദുശങ്കകളും ചീത്ത വിചാരങ്ങളൊക്കെ മാറ്റൂ. ഈ ഗുഹയിൽ വസിക്കാം, ഈ പിന്നെ എന്താണ് ഈ നല്ല ഗുഹയിൽ വസിക്കാം, ആരെന്നും ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞില്ലേ നിൻ്റെ ഒപ്പമുള്ള വാനന്മാർ. അതൊക്കെ വിഡ്ഢിത്തം. രാമബാണങ്ങൾക്ക് വേണമെങ്കിൽ എത്താൻ കഴിയാത്തതായിട്ടൊരു സ്ഥലം ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? മാത്രമല്ല നിൻ്റെ കൂടെ അവരിയ്ക്കുന്നൊക്കെ പറഞ്ഞില്ലേ, അതൊന്നും ഒരു കാര്യമില്ല, അവരുണ്ടായിട്ടൊന്നും കാര്യമില്ല. അതുകൊണ്ട് നീ ഇങ്ങനെ ഇവിടെ വന്ന് ഈ സ്വയംപ്രഭയുടെ ഗുഹയിൽ ഇരിക്കണതിന് അർത്ഥമില്ല എന്ന് പറഞ്ഞു അല്ലേ. ഇനിയും പറയണ്ട കേട്ടോ ഹനുമാൻ. അപ്പം നമുക്കിനി 1, 2, 3, 4, 5, 6 ശ്ലോകം ഒന്നിച്ചാണ്, 7 ശ്ലോകം. അത് വായിച്ചിട്ട് നമുക്ക് അതിൻ്റെ അർത്ഥത്തിലേക്ക് പോവാം. അന്യത് ഗുഹ്യതമം വക്ഷ്യേ രഹസ്യം ശൃണുമേ സുത രാമോ ന മാനുഷോ ദേവ സാക്ഷാൽ നാരായണോവ്യയ. ശ്രീരാമൻ ശരിക്കാരാണ്, വാനരന്മാരൊക്കെ ശരിക്കാരാണ്, എന്താവശ്യത്തിനാണ് ഇവിടെ അവതരിച്ച് വന്നിരിക്കണ ഭഗവാൻ തന്നെ എന്നൊക്കെ പറയണം കേട്ടോ. സാക്ഷാൽ നാരായണനാണെന്നൊക്കെ. അതായത് സത്യം പറഞ്ഞു കൊടുക്കണം അംഗദനെ, അപ്പോൾ പേടിക്കൊന്നും വേണ്ടാന്നേ. സീത ഭഗവതി മായ ജനസമ്മോഹകാരിണി ലക്ഷ്മണോ ഭുവനാധാര സാക്ഷാൽ ശേഷ ഭണീശ്വര. ഭഗവാൻ നാരായണനാണ്. ഇതൊക്കെ നമുക്ക് വെറുതെ സാരം പറഞ്ഞാൽ മതി. ബ്രഹ്മണ പ്രാർത്ഥിത സർവേ രക്ഷോഗണവിനാശനെ മായാമാനുഷഭാവേന ജാതാലോകൈകരക്ഷകാഃ വയം ച പാർഷദാഃ സർവേ വിഷ്ണോർവൈകുണ്ഠവാസിനഃ മനുഷ്യഭാവം ആപന്നേ സ്വേച്ഛയാ പരമാത്മനി വയം വാനരരൂപേണ ജാതാസ്തസ്യൈവ മായയാ വയം തു തപസാ പൂർവം ആരാധ്യ ജഗദാംപതിം തേനൈവാനുഗൃഹീതാഃ സ്മഃ പാർഷദത്വമുപാഗതാഃ ഇദാനീമപി തസ്യൈവ സേവാം കൃത്വൈവ മായയാ പുനർവൈകുണ്ഠമാസാദ്യ സുഖം സ്ഥാസ്യാമഹേ വയം ഇത്യംഗദമഥാശ്വാസ്യ ഗദാവിന്ധ്യം മഹാചരം. അതായത് അംഗദനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം വിന്ധ്യാചലത്തിലേക്ക് ഹനുമാൻ പോയി എന്ന് പറഞ്ഞ് ആദ്യം തൊട്ടൊന്ന് ആ സാരം പറയേണ്ട ആവശ്യമുള്ളൂ, കാരണം അത്ര സിമ്പിളാണ്. അന്യത് ഗുഹ്യതമം പക്ഷേ, ഞാൻ വേറൊരു വളരെ ഗോപ്യം രഹസ്യമായിട്ടുള്ള സംഗതിയും കൂടി ഞാൻ നിന്നോട് പറയാം. എന്താ അറിയോ? ശൃണുമേ സുത, മകനെ കേൾക്കൂ. രാമോ ന മാനുഷോ ദേവ, രാമൻ സാധാരണ മനുഷ്യനല്ല, സാമാന്യ ദേവനുമല്ല, സാക്ഷാൽ നാരായണം. ഈ നിത്യാനന്ദ സ്വരൂപനായിട്ടുള്ള സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാണ്. സീതയോ ജനങ്ങളെ സമ്മോഹിപ്പിക്കുന്ന ഐശ്വര്യമൂർത്തിയായ മായാഭഗവതിയാണ്, ഭഗവാന്റെ മായയാണ്. ലക്ഷ്മണൻ ഈ ഭൂലോകത്തിൻ്റെ മുഴുവൻ അധിഷ്ഠാനം, ഭൂമി തലയിൽ വയ്ക്കണമെന്നല്ലേ പറയുക. ആ സർപ്പരാജനായിട്ടുള്ള സാക്ഷാൽ ആദിശേഷൻ അനന്തൻ ആണ്. രാക്ഷസവംശത്തിനെ മുഴുവൻ നശിപ്പിക്കണമെന്ന് ബ്രഹ്മാവ് വന്ന് അപേക്ഷിച്ചിട്ടാണ് ഭഗവാൻ ഈ മായ കൊണ്ട്
ഈ മനുഷ്യരൂപം സ്വീകരിച്ച് ഇവിടെ അവതരിച്ചിരിക്കുന്ന ദശരഥൻ്റെ പുത്രനായിട്ട് നമ്മളും വാനരന്മാരായിട്ടുള്ള നമ്മളും വൈകുണ്ഠവാസിയായ വിഷ്ണുവിൻ്റെ പാർഷദന്മാരാണ്. ശരിക്ക് നമ്മൾ ഭഗവാനെ സഹായിക്കാനും സേവിക്കാനും വേണ്ടി നമ്മളും ഇവിടെ വാനരന്മാരായിട്ട് ജന്മം എടുത്തിരിക്കുന്നവരാണ്. നമ്മളൊക്കെ ഭഗവാന്റെ പാർഷദന്മാരാണ്. ആ പരമാത്മാവായ ഭഗവാൻ മനുഷ്യനായിട്ട് അവതരിച്ചപ്പോൾ ആ മായാശക്തി കൊണ്ട് വാനരന്മാരായി ജനിച്ചതാണ് നമ്മളൊക്കെ. സാധാരണ വാനരന്മാരൊന്നുമല്ല. നമ്മൾ എത്രയോ കാലമായിട്ട് ഭഗവാനെ ആരാധിക്കണവരാണ്. ഇപ്പം ഭഗവാന് വേണ്ടി ഇവിടെ വാനരന്മാരായി നമ്മൾ ജന്മെടുത്തതാണ്. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ സാധിച്ചത്. ഇപ്പോൾ നമ്മൾ വെറും വാനന്മാരാണെന്നുള്ള വ്യാമോഹം ഉപേക്ഷിക്കൂ. ഭഗവാനെ തന്നെ സേവിച്ച് നമ്മൾ വീണ്ടും വൈകുണ്ഠത്തിലേക്ക് തന്നെ പോവും. ഇങ്ങനെ പറഞ്ഞ് അങ്കദനെ ആശ്വസിപ്പിച്ചതിന് ശേഷം അവരെല്ലാവരും കൂടി അങ്കദനെയും ഒപ്പമുള്ള വാനന്മാരെയും കൂട്ടി വിന്ധ്യാചല പർവ്വതത്തിലേക്ക് പോയി എന്നാണ് പറഞ്ഞത്. ഇത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ, അത്ര സിമ്പിളാണ്. അന്യത് ഗുഹ്യതമം വക്ഷ്യേ രഹസ്യം ശൃണുമേ സുത. രഹസ്യം കേൾക്കൂ. രാമോ ന മാനുഷോ ദേവ. സാധാരണ ദേവനും മനുഷ്യനല്ല, സാക്ഷാൽ നാരായണോവ്യയ. നാരായണൻ തന്നെയാണ്. സീതാ ഭഗവതി മായ ജനസമ്മോഹകാരിണി. യോഗമായാണ്. ലക്ഷ്മണോ ഭുവനാധാര സാക്ഷാൽ ശേഷ ഫണീശ്വര. ആദിശേഷനാണ് ലക്ഷ്മണൻ. ബ്രഹ്മണ പ്രാർത്ഥിതാഹ സർവേ രക്ഷോ ഗണവിനാശനൈ. രാക്ഷസന്മാരെ വധിക്കണമെന്ന് ബ്രഹ്മാവ് അർത്ഥിച്ചത് കാരണം മായാ മാനുഷഭാവേന ജാത ലോകൈകരക്ഷക. ഈ ലോകൈകരക്ഷകൻ മായാമാനുഷഭാവം പൂണ്ട് രാമനായി അവതരിച്ചു. വയം ച പാർഷദാഹ സർവേ. നമ്മളൊക്കെ വിഷ്ണു പാർഷദന്മാരാണ്. അങ്കദ വിഷ്ണോർ വൈകുണ്ഠവാസിന. നമ്മൾ വൈകുണ്ഠത്തിലായിരുന്നു. മനുഷ്യഭാവമാപന്നേ സ്വേച്ഛയാ പരമാത്മനി. ഭഗവാനായിക്കൊണ്ട് മനുഷ്യഭാവം സ്വീകരിച്ച ഭഗവാനായിക്കൊണ്ട് വയം വാനരരൂപേണ ജാതാസ്തസ്യൈവ മായ ഉപയോഗിച്ച് നമ്മളും വിഷ്ണു പാർഷദന്മാരായി വൈകുണ്ഠത്തിൽ വസിച്ചിരുന്ന നമ്മളും മായ ഉപയോഗിച്ച് ഇവിടെ വാനന്മാരായി ജനിച്ചു. വയം തു തപസാ പൂർവം ആരാധ്യ ജഗദാംപതിം. നമ്മൾ വളരെ തപശക്തി അനുഗ്രഹം കൊണ്ട് നമ്മൾ വൈകുണ്ഠത്തിലുള്ളവരായിരുന്നു. തേനൈവാനുഗൃഹീതാഹ സ്മഃ പാർഷദത്വമുപാഗത. ഭഗവാന്റെ ആഗ്രഹം കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ പാർഷദന്മാരായിത്തീർന്നു. എന്നിട്ട് നമ്മളിവിടെ വന്ന് ജനിച്ച ഇതാനീമപി തസ്യൈവ സേവാം കൃത്വൈവ മായ. ഇപ്പം ഭഗവാനെ സേവിക്കാനായിട്ട് നമ്മൾ വാനര രൂപമെടുത്തിരിക്കുകയാണ്. പുനർവൈകുണ്ഠമാസാദ്യ. നമ്മളിത് കഴിഞ്ഞാൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവും. സുഖം സ്ഥാസ്യാമഹേ വയം. നമ്മൾ തിരിച്ചു പോയി അവിടെ വൈകുണ്ഠത്തിൽ തന്നെ വിഷ്ണു പാർഷദന്മാരായിട്ട് ഭഗവാനെ സേവിക്കും. ഇത്യംഗതം ആശ്വാസ്യ. ഇങ്ങനെ അങ്കദനെ ആശ്വസിപ്പിച്ചിട്ട് ഗദാ വിന്ധ്യം ഹിമാചലം. എല്ലാവരും കൂടി വിന്ധ്യാചലത്തിലേക്ക് പോയി, വിന്ധ്യപർവ്വതത്തിലേക്ക് പോയി എന്നാണ്. ഇനി 23. വിജന്വന്തോധ ശനകൈർ ജാനകീം ദക്ഷിണാംബുധേ തീരെ മഹേന്ദ്രാഖ്യഗിരേ പവിത്രം പാദമായയു. അഥ ശനകൈഹി. അതിനുശേഷം ശനകൈ പറഞ്ഞ പതുക്കെ ജാനകിയും ജിന്വന്ത സീതയെ അന്വേഷിക്കുന്നവരായിട്ട് ദക്ഷിണാംബുധേ തീരെ, ആ തെക്കേ സമുദ്രത്തിൻ്റെ തീരത്തിൽ മഹേന്ദ്രാഖ്യഗിരേ, മഹേന്ദ്രപർവ്വതത്തിൻ്റെ ആ പർവ്വത താഴ്വരയിൽ പവിത്രം പാദം ആയയു, പരിശുദ്ധമായ താഴ്വരയെ പ്രാപിച്ചു. അതായത് മഹേന്ദ്രപർവ്വതത്തിൻ്റെ താഴ്വരകളിൽ ഇരുന്ന് ഈ സീതയെ അന്വേഷിക്കുന്ന കാര്യം ആലോചിച്ചിട്ടും സീതയെ അന്വേഷിക്കുന്നവരായിട്ട് പതുക്കെ അവിടെ താമസിച്ചു, അല്ലെങ്കിൽ മഹേന്ദ്രപർവ്വത താഴ്വരയിലെത്തി. ഇനിയോ അത് വായിച്ചിട്ട് 24-25 വായിക്കാം. വിജിന്വന്തോധ ശനകൈർ ജാനകീം ദക്ഷിണാംബുധേ തീരെ മഹേന്ദ്രാഖ്യഗിരേ പവിത്രം പാദമായയു. അതായത് മഹേന്ദ്രപർവ്വതത്തിൻ്റെ ആ പരിശുദ്ധമായിട്ടുള്ള താഴ്വരയിലെത്തിയവർ. ദൃഷ്ട്വാ സമുദ്രം ദുഷ്പാരമഗാധം ഭയവർദ്ധനം വാനരാഭയസന്ത്രസ്താഹ കിം കുർമ്മ ഇതി വാദിന.
നിഷേധുരുദധ ഉദധേസ്തീരേ സർവേ ചിന്താസമന്വിതാഃ മന്ത്രയാമാസുരന്യോന്യമംഗദാദ്യാ മഹാബലാഃ. സമുദ്രത്തിലേക്ക് അങ്ങോട്ട് നോക്കിയപ്പോൾ ഇവിടെ ഒന്നും കാണാനില്ല സീതയെ. ഇനി സമുദ്രം കടന്ന് എങ്ങനെ സീത അന്വേഷിക്കാം? നമ്മളൊക്കെ ഈ വാനരന്മാർക്ക് ഈ സമുദ്രമൊക്കെ കടന്ന് അങ്ങേ ഭാഗത്തേക്ക് എത്താൻ പറ്റുമോ? അതാണ് അവരുടെ ദുഷ്പാരം. അതായത് കരയില്ലാത്തതും കര കാണാൻ പറ്റാത്തതേ അഗാധം അല്ലേ? സമുദ്രം ആഴമേറിയതാണ്. ഭയവർദ്ധനം, കണ്ടാൽ തന്നെ പേടിയാവും നമുക്ക്. സമുദ്രം ദൃഷ്ട്വ, സമുദ്രം കണ്ടിട്ട് സന്ത്രസ്തായി നന്നോലെ ഭയപ്പെട്ടവരും കിം കുർമ ഇതി വാദിന, ഇനി എന്ത് ചെയ്യും എന്ന് ഉദധേ തീരെ, സമുദ്രത്തിൻ്റെ തീരത്തിൽ നിഷേധു ഇരുന്നു. സർവേ ചിന്താസമന്വിത, എല്ലാവരും ചിന്താമഗ്നരായി. മഹാബലാഹ അംഗദാദ്യ, മഹാബലവാന്മാരായ അംഗദൻ മുതലായിട്ടുള്ള വാനരന്മാർ അന്യോന്യം മന്ത്രയാമാസു, തമ്മിൽ ആലോചിച്ചു. എന്താച്ചാൽ ഈ മറുകര കാണാൻ സാധിക്കാത്ത അഗാധമായ, നമുക്ക് കണ്ടാൽ തന്നെ പേടി തോന്നുന്ന ഈ സമുദ്രത്തെ കണ്ടിട്ട് വാനന്മാർ അത്യന്തം ഭയത്തോട് കൂടിയിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദ്രക്കരയിൽ ഇരുന്നു. എല്ലാവരും ചിന്താമഗ്നരായി. അവർക്ക് എന്താ വേണ്ടെന്ന് അറിയില്ല. എങ്ങനെയാണ് ഇപ്പോൾ സീതയെ കണ്ടുപിടിക്കുക? ആ മഹാബലവാന്മാരായിട്ടുള്ള അംഗദനടക്കമുള്ള എല്ലാവരും അന്യോന്യം ചർച്ച ചെയ്യാൻ തുടങ്ങി. ദൃഷ്ട്വാ സമുദ്രം ദുഷ്പാരമഗാധം ഭയവർദ്ധനം വാനരാ ഭയസന്ത്രസ്താ കിം കുർമ ഇതി വാദിന നിഷേധുരുദ്ധേസ്തീരെ, ഔദധിയുടെ തീരത്ത്, സമുദ്രതീരത്തെ സർവേ ചിന്താസമന്വിത, ചിന്താവിഷ്ടരായിട്ട് ഇരുന്നു. ഇവർ ഡിസ്കസ് ചെയ്തു. മന്ത്രയാമാസുരന്യോന്യം അംഗദാദ്യ മഹാബലാഹ. 26 ഭ്രമതാമേവ നോ മാസോ ഗതോത്രൈവ ഗൃഹാന്തരേ ന ദൃഷ്ടോ രാവണോ വാദ്യ സീതാവാ ജനകാത്മജ. അവർ ആലോചിക്കുകയും പറയും. അത്ര ഗൃഹാന്തരേശ ഭ്രമതാം ഏവ നഹ, ഈ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നമ്മുടെ മാസഹഗതം, 1 മാസം ആ സ്വയംപ്രഭയുടെ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞ് കഴിഞ്ഞു. 1 മാസം കഴിഞ്ഞ് വന്ന് സീതയെ കണ്ടുപിടിച്ചിനെയും കൊല്ലുന്നാ പറഞ്ഞ സുഗ്രീവനെ. അതാ പറയണ, ആ ഗുഹയിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ട് നമ്മൾ 1 മാസം കഴിഞ്ഞു. രാവണഹാവാ ജനകാത്മജ സീതാവാ ന ദൃഷ്ട, രാവണനെയോ സീത ഒന്നും കണ്ടതുമില്ല അല്ലേ? സ്വയംപ്രഭയുടെ ഗുഹയിൽ 1 മാസം കഴിഞ്ഞു. ഇപ്പം 1 മാസം കഴിയാറായിയേ. നമ്മളിപ്പോൾ 1 മാസം കഴിഞ്ഞു. രാവണനെയോ സീതയോ ഒന്നും കാണാൻ നമുക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവർക്ക് പേടി. ഭ്രമതാമേവ നോ മാസോ ഗതോത്രൈവ ഗുഹാന്തരേ ന ദൃഷ്ടോ രാവണോ വാദ്യ സീതാവാ ജനകാത്മജ സുഗ്രീവസ്തീക്ഷ്ണദണ്ഡോസ്മാൻ നിഹന്യേവ ന സംശയ സുഗ്രീവവധതോസ്മാകം ശ്രേയപ്രായോപവേശനം ഇതി നിശ്ചിത്യ തത്രൈവ ദർഭാനാസ്തീര്യ സർവതഃ ഉപാവിവേശുസ്തേ സർവേ മരണേ കൃതനിശ്ചയാഃ. ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് അവർ ശരിക്കും മരിക്കാൻ തയ്യാറായി. അതാ പറയണ, തീക്ഷ്ണദണ്ഡ സുഗ്രീവ, ഈശ്വര കഠിന ശിക്ഷ നൽകുന്ന സ്വഭാവമുള്ള സുഗ്രീവൻ, അസ്മാൻ നിഹന്തി ഏവന സംശയ, നമ്മളെ കൊല്ലുമെന്ന് എനിക്ക് സംശയമില്ല. എല്ലാവരും വിചാരിക്കേണ്ടത് സുഗ്രീവ വധത, സുഗ്രീവൻ വധിക്കുന്നതിനേക്കാൾ, സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കണേക്കാൾ ഭേദം പ്രായോപവേശനം അസ്മാകം ശ്രേയം, പട്ടിണി കിടന്ന് മരിക്കുകയാണ് നമുക്കധികം ശ്രേയസ്കരം. പ്രായോപവേശനം ചേർത്താ ഭക്ഷണം കഴിക്കാണ്ട് മരിക്കുക. പ്രായോപവേശനം അസ്മാകം ശ്രേയ, അതായത് പട്ടിണി കിടന്ന് മരിക്കുന്നതാണ് നമുക്ക് ശ്രേയസ്കരം. ഇതി നിശ്ചിത്യ, ഇങ്ങനെ തീർച്ചയാക്കിയിട്ട് 1 മാസം കഴിഞ്ഞു. ശിക്ഷ അങ്ങേയറ്റം കൊടുക്കുന്ന ആളാണ് സുഗ്രീവൻ. സുഗ്രീവൻ കൊല്ലുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കണേക്കാൾ ഭേദം പട്ടിണി കിടന്ന് ഭഗവാനെ സ്മരിച്ച് മരിക്കുക തന്നെയാണ് നമുക്ക് ശ്രേയസ്കരം തീർച്ചയാക്കിയിട്ട് അവർ തത്രയേവ സർവത, അവിടെയൊക്കെ സർവഭാഗത്തും ദർഭാനാസ്തീര്യ, ദർഭപ്പുല്ല് വിരിച്ച് മരണേ കൃതനിശ്ചയാഹ തേ സർവേ, മരണം നിശ്ചയമാണെന്ന് ഉറച്ച് അവരെല്ലാവരും അവിടെ ആ ദർഭയിൽ പ്രായോപവേശനം ചെയ്യാൻ തീർച്ചയാക്കിയിട്ട് ദർഭയിൽ മരണവും കാത്ത് കിടന്നു. അതായത് സുഗ്രീവൻ കഠിനമായി ശിക്ഷിക്കുന്ന സ്വഭാവക്കാരനാണ്. അതുകൊണ്ട്
സുഗ്രീവൻ്റെ കൈകൊണ്ട് മരിക്കണ്ട പറഞ്ഞിട്ടാണ് പട്ടിണി കിടന്ന് മരിക്കാനായിട്ട് ദർഭപ്പുല്ല് വിരിച്ച് അതിൽ പ്രവേശിച്ചു. മീൻസ് കിടന്നു മരണം കാത്തിട്ട് റെഡിയായി. അവർക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല, തീർച്ചയാക്കിയിട്ടേ. സുഗ്രീവ തീക്ഷ്ണദണ്ഡോസ്മാൻ നിഹന്യേവന സംശയ സുഗ്രീവധതോസ്മാകം ശ്രേയപ്രായോപവേശനം ഇതി നിശ്ചിത്യ തത്രൈവ ദർഭാനാസ്തീര്യ സർവതഃ. ദർഭപുല് വിരിച്ചു എന്ന്. ഉപാവിവേശുസ്തേ സർവേ മരണേ കൃതനിശ്ചയ. മരിക്കുന്ന ഉറപ്പിച്ചിട്ട് അവർ ദർഭപ്പുല്ല് വിരിച്ച് മരിക്കാൻ റെഡിയായി കിടന്നു. ഇനി 29. ഏതസ്മിന്നന്തരേ തത്ര മഹേന്ദ്രാദ്രി ഗുഹാന്തരാൽ നിർഗത്യ ശനകൈരാഗാദ് ഗൃധ്ര പർവ്വതസന്നിഭ. നോക്കൂ വിധിയുടെ ഒരു കളി. ഇങ്ങനെ മരിക്കാൻ റെഡിയായിട്ടിരിക്കണ അല്ലെങ്കിൽ മരിക്കുന്ന നിശ്ചയിച്ച് മരണം മുന്നിൽ കണ്ടിട്ടുള്ള ഇവരെ എങ്ങനെയാണ് വിധി കൊണ്ടുപോകണം നോക്കൂ. ഇങ്ങനെ തന്നെയാണ് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണല്ലോ. അത്ഭുതമാവും. ഒരു തരത്തിലും ആ വേറൊരു വഴി കൂടെ ജീവിതം മുമ്പിലേക്ക് പോകാൻ പറ്റില്ല എന്ന് തോന്നണ സമയത്തും എന്തൊക്കെയോ അപ്രതീക്ഷിതമായി സംഭവിച്ചിട്ട് എന്തൊക്കെയോ വഴി കൂടെ നമ്മൾ ഏതൊക്കെയോ സ്ഥലത്ത് എത്തിച്ചേർന്ന ഏതൊക്കെയോ അനുഭവങ്ങൾ അനുഭവിക്കണം. അത്ഭുതമാകുമ്പോൾ അവിടെ നോക്കിക്കോളൂ കേട്ടോ. ഏതസ്മിൻ അന്തരെ, ഈ അവസരത്തിൽ മഹേന്ദ്രാദി ഗുഹാന്തരാത്, മഹേന്ദ്ര പർവ്വത ഗുഹയുടെ ഉള്ളിൽ നിന്ന് നിർഗത്യ പുറത്തു വന്നിട്ട് പർവ്വതസന്നിഭ ഗൃഥ, ഒരു പർവ്വതത്തിൻ്റെ വലിപ്പമുള്ള ഒരു കഴുകൻ ശനകൈഹി ആഗാത് പതുക്കെ അവിടെ എത്തിച്ചേർന്നു. ഒരു വലിയ കഴുകൻ. കഴുകൻ എന്താ ചെയ്യുക? ഈ ശവവും മരിക്കാറായിട്ടുള്ള ജന്തുക്കളെയും ശവമൊക്കെ തിന്നണതാണല്ലോ. അപ്പോൾ വാനന്മാരിങ്ങനെ മരിക്കാൻ ഒരുങ്ങിയിട്ട് ദർഭ വിരിച്ച് കിടക്കണ ഈ അവസരത്തിൽ മഹേന്ദ്രപർവ്വതത്തിൻ്റെ ഒരു ഗുഹയുടെ ഉള്ളിൽ നിന്ന് ഒരു പർവ്വതാകാരനായിട്ടുള്ള ഒരു കഴുകൻ അവിടെ മെല്ലെ അവിടത്തേക്ക് വന്നടുത്തു. എന്താ അറിയോ, കഴുകിന് സന്തോഷമായി. എത്ര ആളാണ് അവിടെ മരിക്കാൻ കിടക്കണേ. ഓരോരുത്തരായിട്ട് വിശക്കുമ്പോൾ തിന്നാം. എത്ര ദിവസത്തേക്കുള്ള ഭക്ഷണമായി. ഇനിയിപ്പോൾ ശവമായാലും തിന്നാലോ. അതാണ് ഇനി. ഏതസ്മിന്നന്തരേ തത്ര മഹേന്ദ്രാദി ഗുഹാന്തരാത് നിർഗത്യ ശനകൈരാഗാത് ഗൃധ്രൻ കഴുകനാണ്. പർവ്വതസന്നിഭ. ഇനി 2 ശ്ലോകം. ദൃഷ്ട്വാ പ്രായോപവേശേന സ്ഥിതാൻ വാനരപുങ്കവാൻ ഉവാച ശനകൈർഗൃധ്ര പ്രാപ്തോ ഭക്ഷ്യോദ്യ മേ ബഹു ഏകൈകശക്രമാത് സർവാൻ ഭക്ഷയാമി ദിനേ ദിനേ ശ്രുത്വാ തദ് ഗൃധ്രവചനം വാനര ഭീതമാനസാഹ. തന്നെ പറയണ ഈ കഴുകനെ. എന്താ അറിയോ, പ്രായോപവേശേന സ്ഥിതാൻ വാനരപുങ്കവാൻ ദൃഷ്ട്വ, നിരാഹാരം അനുഷ്ഠിച്ച് കിടക്കുന്ന വാനന്മാരെ കണ്ടിട്ട് അദ്യമേ ബഹുഹു ഭക്ഷ പ്രാപ്ത. ഓ, ഇപ്പോഴെനിക്ക് ഇഷ്ടം പോലെ ഭക്ഷണം കിട്ടിയല്ലോ. ഏകൈകശ, ഓരോരുത്തരായിട്ട് ക്രമാൽ ദിനേ ഓരോ ദിവസം സർവാൻ ഭക്ഷയാമി, ഞാൻ ഓരോരുത്തരായിട്ട് ഓരോ ദിവസം ഓരോരുത്തരായിട്ട് ഞാൻ ഭക്ഷിക്കും. തദ് ഗൃധ്രവചനം ശ്രുത്വ, ആ കഴുകൻ്റെ ആത്മഗതം തന്നോടനെ പറയണേ സന്തോഷമായിട്ട് കേട്ടിട്ട് വാനരാഹ ഭീതമാനസാഹ, വാനന്മാർ ഭയപ്പെട്ടു. ഇവർക്ക് ഇനി അല്ലാണ്ടൊരു ഗതിയില്ല, അല്ലെങ്കിൽ സുഗ്രീവൻ കൊല്ലും. അപ്പോൾ ഇങ്ങനെ കിടന്നിട്ട് ഇനിയിപ്പോൾ കഴുകനാ കൊല്ലണം വെച്ചാൽ കഴുകൻ കൊല്ലട്ടെ എന്നുള്ള നേരെ പോലെ ഈ ഭയപ്പെട്ട മനസ്സോടുകൂടി അവർ അവിടെ ഭയന്ന് വിറച്ച് കിടന്നു. എന്താ അറിയോ, ഈ പട്ടിണി ഇട്ടിട്ട് അതല്ലെങ്കിൽ നിരാഹാരം വ്രതം എടുത്തിട്ട് മരിക്കാൻ ഉറച്ച് കിടക്കണ ഈ വാന്മാരെ കണ്ടപ്പോൾ ഈ കഴുകന് സന്തോഷമായിട്ട് ആത്മഗതാണ്. പറഞ്ഞു, ആവൂ ഇപ്പം എനിക്ക് ധാരാളം ഭക്ഷണം എന്താ മുമ്പിലുണ്ട്, ഓരോ ദിവസം ഓരോരുത്തരായിട്ട് തിന്നിട്ട് എനിക്ക് കുറേ ദിവസത്തേക്കുള്ള ഭക്ഷണം ഇനി പ്രശ്നമില്ലല്ലോ എന്ന് സ്വയം പറയണത് ഇവർ കേട്ടു. കേട്ടപ്പോൾ ഇവർക്ക് പേടിയായി. കാരണം ഇനിയിപ്പോൾ സുഗ്രീവൻ്റെ കൈ കൊണ്ടല്ല, ഇനിയിപ്പോൾ കഴുകൻ്റെ കൈ കൊണ്ടാണ് മരിക്കണം എന്ന് വിചാരിച്ചിട്ട് പേടിച്ചു. ദൃഷ്ട്വാ പ്രായോപവേശേന സ്ഥിതാൻ വാനരപുങ്കവാൻ ഉവാച ശനകൈർഗൃധ്രഃ പ്രാപ്തോ ഭക്ഷ്യോദ്യമേ ബഹു
ഏകൈകചക്രമാൽ സർവാൻ ഭക്ഷയാമി ദിനേ ദിനേ. ഓരോരുത്തരെയായിട്ട് എല്ലാവരും എനിക്ക് ഓരോ ദിവസം ഭക്ഷിക്കാം. ശ്രുത്വാ തദ് ഗൃധ്രവചനം വാനരാ ഭീതമാനസാഹ. 32. ഭക്ഷയിഷ്യതി ന സർവാൻ അസൗ ഗൃധ്രോ ന സംശയ രാമകാര്യം ച നാസ്മാഭി കൃതം കിഞ്ചിത് ധരീശ്വരാഹ. അസൗ ഗൃധ്ര, ഈ അപ്പം ഇവർ തമ്മിൽ പറയുക വാനന്മാരെ, അല്ല കഴുകൻ പറയണതാണ് കേട്ടോ. അസൗ ഗൃധ്ര, ഈ ഗൃധ്രൻ ന സർവാൻ ഭക്ഷയിഷ്യതി, നമ്മളെ എല്ലാവരെയും ഭക്ഷിക്കും. ന സംശയമില്ല. വാനന്മാർ വിചാരിക്കുക, ഹരീശ്വര, ഹേ വാനരോത്തമന്മാരെ, അസ്മാഭി നമ്മളാൽ രാമകാര്യം ച നഹ കിഞ്ചിൽ കൃത, രാമകാര്യവും അല്പവും ചെയ്യപ്പെട്ടില്ല. ഇവർ തമ്മിൽ പറയുക, വാനന്മാർ വന്നപ്പം പറയണേ, അങ്കദനാണ് പറയണേ. അങ്കദൻ പറയണ ബാക്കി ഒപ്പുള്ള അവിടെ കിടക്കണ്ടല്ലോ, നിരാഹാരം അനുഷ്ഠിച്ച് അല്ലെങ്കിൽ പ്രായോപവേശം അനുഷ്ഠിച്ച് കിടക്കണ ബാക്കി വാനന്മാരോട് പറയാണ്, ഈ കഴുകണ്ടല്ലോ, കഴുകൻ ഇപ്പം നമ്മളെ എല്ലാം ഭക്ഷിക്കും, ഒരു സംശയവും വേണ്ട. നമ്മൾക്കാണെങ്കിൽ ഈ മരിക്കണതിന് മുമ്പേ രാമന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒന്ന് ആ സീതയെ അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ രാവണൻ എവിടെയാണോ ഒന്നും നമുക്ക് രാമന് വേണ്ടി ഒരു സേവനവും നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലല്ലോ, കഷ്ടം. ഈ കഴുകൻ നമ്മളിപ്പോൾ ഭക്ഷിക്കാറായില്ലോ, അതാണല്ലോ ഇപ്പോൾ കഴുകൻ പറഞ്ഞത് എന്ന് പറയാണ്. ഭക്ഷയിഷ്യതി ന സർവാൻ അസൗ ഗൃധ്രോ ന സംശയമില്ല, നമ്മളെ തിന്നും. രാമകാര്യം ച നാസ്മാഭി, നമുക്കൊരു രാമകാര്യവും ചെയ്യാൻ സാധിച്ചില്ല. കൃതം കിഞ്ചിത് ധരീശ്വരാഹ, ഹേ വാനന്മാരെ, നമ്മുടെ കാര്യം കഷ്ടമാണ്. ഈ കഴുകൻ ഇപ്പം നമ്മളെല്ലാം ഭക്ഷിക്കും, നമുക്ക് രാമകാര്യത്തെ അല്പമെങ്കിലും ചെയ്യാൻ സാധിച്ചില്ലല്ലോ, ദുഃഖം. ഇനി നമുക്ക് ഒരെണ്ണം കൂടി ചെയ്ത് നിർത്താം. 33. സുഗ്രീവസ്യാപി ച ഹിതം ന കൃതം സ്വാത്മനാമപി വൃഥാനേന വധം പ്രാപ്ത ഗച്ഛാമോ യമസാദനം. സുഗ്രീവസ്യ അഭി സ്വാത്മനാം അഭി, സുഗ്രീവനും നമ്മൾക്കും ഹിതം ന കൃതം, നമുക്കൊരു ഒന്നും സുഗ്രീവന് വേണ്ടിയും ചെയ്യാൻ പറ്റിയില്ല. അനേന വൃഥ വധം പ്രാപ്ത, ഇവനാൽ നമ്മൾ വെറുതെ വധിക്കപ്പെടും, കൊന്നു തിന്നേ. യമസാധനം ഗച്ഛാമ, എന്നിട്ട് നമ്മൾ യമപുരം പ്രാപിക്കേണ്ടിയിരുന്നു, നമുക്ക് മുക്തി ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ സുഗ്രീവനോ നമുക്ക് തന്നെയോ ആഗ്രഹമുള്ള ഒരു കാര്യവും നമുക്ക് ഈ ജീവിതം കൊണ്ട് ചെയ്യാൻ സാധിച്ചില്ലല്ലോ. അതായത് രാമനെ സേവിക്കണം എന്നുണ്ടായിരുന്നു, അതും സാധിച്ചില്ല. സുഗ്രീവൻ്റെ നമ്മുടെ രാജാവിൻ്റെ ആജ്ഞ നിറവേറ്റാനും സാധിച്ചില്ല. ഇനിയിപ്പോൾ എന്താ ഉണ്ടാവുക? ഒരാവശ്യമില്ലാതെ ഈ കഴുകനാൽ നമ്മൾ വധിക്കപ്പെട്ടവരായിട്ട് നമുക്ക് യമലോകത്തിലേക്ക് പോകേണ്ടി വരും, കഷ്ടം എന്ന് പറയണം അങ്കദൻ ബാക്കി വാനന്മാരോടെ. അങ്ങനെ ദുഃഖിച്ച് കിടക്കുകയാണ്. ഇനി എങ്ങനെയാണ് ആ സംഭവ വികാസങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് കാണാം നാളെ കേട്ടോ. അപ്പോൾ സുഗ്രീവസ്യാപി ച ഹിതം ന കൃതം സ്വാത്മനാമപി അനേന വധം പ്രാപ്ത ഗച്ഛാമോ യമസാദനം. കഷ്ടം, ഈ കഴുകൻ്റെ കൈകൊണ്ട് മരിച്ച് നമുക്ക് യമലോകത്തിലേക്ക് പോകണ്ട ഗതികേടുണ്ടായില്ലോ എന്ന് പറഞ്ഞ് ദുഃഖിച്ച് കിടക്കണതായിട്ട് നിർത്താം നമുക്ക്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പ ശരണം.